ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആഗോള മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനത്തിന്റെ പ്രമേയം വെളിപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ. പ്രത്യാശ കൈവെടിയാത്തവൻ ഭാഗ്യവാൻ എന്ന പ്രഭാഷക വചനമാണ് ഈ വർഷം ജൂലൈ 27 നടക്കുന്ന 5ാമത് ആഗോള അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെ ദിനത്തിന്റെ പ്രമേയം. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രായമായവരുടെ പ്രത്യാശയെ ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ 2021 മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ആഗോള ദിനം ആരംഭിച്ചത്. ന്യൂയോർക്കിലെ രക്തസാക്ഷികളുടെ മറിയത്തിന്റെ ദേവാലയത്തെ ഔദ്യോഗിക ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തിയെന്ന് US കത്തോലിക്ക ബിഷപ്പുമാരുടെ സമ്മേളനം സ്ഥിരീകരിച്ചു. വിശ്വാസികൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യം ബിഷപ്പുമാർ സ്ഥിരീകരിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്നും രക്തസാക്ഷികളുടെ മറിയത്തിന്റെ ദേശീയ ദേവാലയം US-ലും കാനഡയിലും മെക്സിക്കോയിലും വിശുദ്ധി വളർത്തുന്നതിനുള്ള ഞങ്ങളുടെ ഭവനമാണെന്ന് അൽബാനിയയുടെ ബിഷപ്പ് എഡ്വേർഡ് തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. ഈജിപ്തിൽ ജയിലിൽ വിചാരണ കൂടാതെ തടവിലാക്കപ്പെട്ട 2 ക്രൈസ്തവർ 3 വർഷത്തിനു ശേഷം മോചിതരായി. ഇസ്ലാമിൽ നിന്ന് പരിവർത്തനം ചെയ്ത ക്രൈസ്തവരായ സയ്യിദ് അബ്ദോ, നോർ ഗിർഗീസ് എന്നിവരെ ജനുവരി 25 വിട്ടയച്ചത്. മതനിന്ദ ആരോപിച്ച് 2021 മുതൽ ഇരുവരും വിചാരണയ്ക്ക് മുമ്പ് തടങ്കലിൽ കഴിയുകയായിരുന്നു. ഇവർക്കെതിരെയുള്ള കുറ്റങ്ങൾ സംശയാസ്പദമാണെന്ന് ഈജിപ്തിലെയും വിദേശത്തെയും മനുഷ്യാവകാശ വക്താക്കൾ വെളിപ്പെടുത്തി. റഷ്യൻ ബോംബാക്രമണത്തിൽ പൊള്ളലേറ്റ ഉക്രൈനിയൻ ബാലൻ ഒലസ്കീവിനെ 3ാം തവണയും ഫ്രാൻസിസ് മാർപ്പാപ്പ നെഞ്ചോട് ചേർത്തു. 2022 മിസൈൽ ആക്രമണത്തിൽ അതീവ ഗുരുതരമായി പരിക്കേൽക്കുകയും 33-ലധികം ശസ്ത്രക്രിയകൾക്ക് വിധേയനാവുകയും ചെയ്ത ഒലസ്കീവ് 2023 ആദ്യമായി മാർപ്പാപ്പയെ കണ്ടുമുട്ടുന്നത്. 2024 ലോക ശിശു ദിനത്തിൽ 2ാമതും 2025 ഫെബ്രുവരി 3 നടന്ന കുട്ടികളുടെ അവകാശങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ 3ാമതും മാർപ്പാപ്പയുടെ ആശ്ലേഷം ഒലസ്കീവ് ഏറ്റുവാങ്ങി. ലോകത്തിൽ ഓരോ വർഷവും അക്രമത്തിനിരകളാകുന്ന കുട്ടികൾ 100 കോടിയോളം വരുമെന്ന് വെളിപ്പെടുത്തി സേവ് ദി ചിൽഡ്രൻ സംഘടന. വത്തിക്കാനിൽ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള പത്രക്കുറിപ്പിലാണ് സംഘടന ഇപ്രകാരം വെളിപ്പെടുത്തിയത്. ശാരീരികമായും ലൈംഗികമായും വൈകാരികമായും ആക്രമണത്തിന് ഇരകളാകുന്നവർ ഇതിലുണ്ടെന്നും സംഘടന വ്യക്തമാക്കി. അതേസമയം കുട്ടികളുടെ സംരക്ഷണത്തിന് ആഗോളതലത്തിലുള്ള ഒരു സംവിധാനം ആവശ്യമാണെന്ന് സേവ് ദി ചിൽഡ്രൻ ചൂണ്ടിക്കാട്ടി. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.